ഇന്ത്യ ഫ്രാൻസ് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചകളിൽ പശ്ചിമേഷ്യൻ യുക്രൈൻ യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയായി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങളും ചർച്ചയിലുണ്ടായി. അച്യുതൻ, അതിൽ കൂടുതൽ എന്തെല്ലാം വിവരങ്ങളാണ് വരുന്നത്? കാരണം ഈ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ വലിയ ആശങ്കയുള്ള ഒരു സാഹചര്യമുണ്ട്. അസ്മിത, തീർച്ചയായിട്ടും അതൊരു ആഗോള വിഷയം എന്ന രീതിയിൽ തന്നെയാണ് രാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും അതൊരു വ്യാപാര മാർഗം കൂടിയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് പല രാജ്യങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ഇന്ത്യ ഫ്രാൻസ് ഈ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചകൾ, അതായത് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പങ്കെടുത്തുകൊണ്ട് ഈ ചർച്ചകൾ നടന്നത്. ഈ ചർച്ചയിലാണ് ഈ നിലവിലെ ഈ പശ്ചിമേഷ്യൻ യുദ്ധവും അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധവും ചർച്ചയായത്. അതിൽ തന്നെ ഏറെ പ്രധാനപ്പെട്ട ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധി, അതായത് അതുവഴി മുൻപുണ്ടായിരുന്ന ആ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം അത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിനുള്ള വഴികളും മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്, ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അവിടെ മുൻപുണ്ടായിരുന്ന സ്ഥിതി അത് പുനഃസ്ഥാപിക്കണം, നിലവിലിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ അത് നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയായതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പുറമെ തന്നെ നയതന്ത്ര മാർഗങ്ങളിലൂടെ സംഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആ ഒരു പ്രാധാന്യം കൂടി ഈ ചർച്ചകളിൽ ഉണ്ടായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ, അതായത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള മറ്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളായിരുന്നു ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉണ്ടായത്. എന്തായാലും നിലവിലേറെ പ്രധാനപ്പെട്ടത് ഈ ഹോർമുസ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്തിരിക്കുകയാണ് ഇന്ത്യയും ഫ്രാൻസും. സ്മിത. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.